ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ തനൂസ് മാം. സോ നമ്മളിന്ന് പോകുന്നത് അബുദാബിയിലോട്ടാണ്. അബുദാബിയിൽ എന്ന് പറയുമ്പോൾ എൻ്റെ സിസ്റ്ററും സിസ്റ്ററിൻ്റെ ഫാമിലി അതേപോലെ എൻ്റെ പാരൻസും എല്ലാം അബുദാബിയിലാണ് സ്റ്റേ ചെയ്യുന്നത്. സോ എന്നെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. എൻ്റെ സിസ്റ്ററിൻ്റെ പേര് ഷാലുവിൻ്റെ ഹസ്ബൻഡ് മനു, അവരുടെ മോള് നൈനക്കുട്ടൻ്റെ 4th ബർത്ത്ഡേക്കാണ് നമ്മളിന്ന് പോകുന്നത് കേട്ടോ. നല്ല ട്രാഫിക് ആയിരുന്നു ഗീസൈസ് ഏരിയയിൽ. സോ നമ്മൾ ട്രാഫിക്കൊക്കെ കഴിഞ്ഞ് അവന് അവസാനം സ്വദേശി റെസ്റ്റോറൻറ്റിലെത്തി. അവിടെയാണ് നൈനക്കുട്ടൻ്റെ ബർത്ത്ഡേ. ഇതാണ് അവിടുത്തെ ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു വൈബ്. ഇതാണ് നൈവേദ്യ ധാര എന്ന് പറയുന്നത് നമ്മൾ വിളിക്കുന്ന നൈനക്കുട്ടൻ്റെ 4th ബർത്ത്ഡേ ആണ്. ഇതൊക്കെയാണ് ഡെക്കറേഷൻസ്. കേക്ക് കട്ടിങ്ങിന് ഞങ്ങൾക്ക് എത്താൻ പറ്റിയില്ല, നല്ല ട്രാഫിക് ആയിരുന്നു. അങ്ങനെ തനുക്കുട്ടനും നൈനക്കുട്ടനും കൂടെ 2 മാസങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഭയങ്കര സ്നേഹപ്രകടനമായിരുന്നു. ആരോ കൊടുത്ത നൈനക്കുട്ടൻ്റെ കയ്യിലിരുന്ന ഗിഫ്റ്റ് തനുക്കുട്ടൻ തുറന്നു നോക്കുമായിരുന്നു, ആരാ തന്നത്, എന്താണ് അതിനകത്തുള്ളതെന്നുള്ള. നൈനക്കുട്ടനെ കൂടുതൽ ഇവളെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ അമർത്തി വെക്കുന്ന അവൾക്ക് ഇഷ്ടമല്ല. തനുക്കുട്ടനാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. ഞാനൊന്ന് ഫോട്ടോസിനൊന്ന് പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനാണ് ഈ കാണുന്നത് കേട്ടോ. ഭയങ്കര എക്സ്പ്രസീവ്നാണ് കേട്ടോ. എന്തൊക്കെ എക്സ്പ്രഷൻ വേണമെങ്കിലും നൈനക്കുട്ടൻ കാണിക്കും. അച്ഛൻ വന്ന പാടെ തനുക്കുട്ടൻ ഒരു കേക്കിൻ്റെ പീസൊക്കെ എടുത്തു കൊടുത്തു. തനുക്കുട്ടൻ വണ്ടിയിലിരുന്നപ്പോൾ തൊട്ട് ചോദിക്കുക, കേക്ക് എനിക്ക് കിട്ടുമോന്ന്. അങ്ങനെ ഇതാണ് ഷാലുക്കുട്ടൻ്റെ ഹസ്ബൻഡും മനു, ഇതാണ് എൻ്റെ സിസ്റ്ററും ഹസ്ബൻഡും അവരുടെ ഫാമിലി. ആര് ഫോട്ടോയും വീഡിയോ എടുക്കാൻ ചെന്നാലും തനുക്കുട്ടൻ കൂടെ കാണും കേട്ടോ. കാരണം നൈനക്കുട്ടനെ വിട്ടു പിരിയാൻ നമുക്ക് പറ്റത്തില്ല, കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുകയാണ്. ഇതൊക്കെ ഷാലുവിൻ്റെയും മനുവിൻ്റെയും കൂടെ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കൊളീഗ്സാണ്. അങ്ങനെ കുറേ പേര് പോയി. നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റില്ല, കാരണം നമ്മൾ കുറേ ലേറ്റ് ആയിട്ടാണ് അവിടെ എത്തിയത്. ഇതാണ് എൻ്റെ അച്ഛനും അമ്മയും 2 കൊച്ചുമക്കളും. അങ്ങനെ നമ്മൾ ഫോട്ടോസൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞു. നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്തിരുന്ന റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫായിരുന്നു. ഇങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും എല്ലാം സെഷൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എത്തി കേട്ടോ. കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. നമ്മൾ മലയാളികൾ എന്ന് പറയുമ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എവിടെ പോയാലും ഫസ്റ്റ് സെലക്ട് ചെയ്യുന്ന ഒന്നെങ്കിൽ ബിരിയാണി അല്ലെങ്കിൽ പൊറോട്ട. ഇത് ഞാൻ മാറ്റി പിടിച്ചു. ഫ്രൈഡ് റൈസ് ആയിരുന്നു എടുത്തത് കേട്ടോ. റൈസ് ഐറ്റംസ് തന്നെ 2 ഉണ്ടായിരുന്നു. ചിക്കൻ ബിരിയാണി അതേപോലെ തന്നെ ഫ്രൈഡ് റൈസും ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട, അപ്പം, ചിക്കൻ കറി, അങ്ങനെ കുറേ ഡിഷസ് ഉണ്ടായിരുന്നു. പിന്നെ പൊറോട്ട നല്ല സോഫ്റ്റ് പൊറോട്ടയായിരുന്നു കേട്ടോ. കോയിൻ പൊറോട്ടയായിരുന്നു. പിന്നെ 2 ടൈപ്പ് സൂപ്പ് ഉണ്ടായിരുന്നു. ചിക്കൻ മാഞ്ചോ സൂപ്പ് അതേപോലെ തന്നെ വെജിറ്റബിൾ മാഞ്ചോ സൂപ്പ്. ചിക്കൻ ലോലിപ്പോപ്പ് നല്ല ക്രിസ്പി ആയിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗോബി എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് സാലഡ്സ്, വെജിറ്റബിൾ സാലഡ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്തോ പ്രത്യേകതരം സ്വീറ്റ്സ്, അത് ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അപ്പത്തെ സൈഡ് ഫ്രൂട്ട് സാലഡും കുറച്ച് ഐസ്ക്രീംസും ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തനിക്കൊണ്ടൊരു അബദ്ധം പറ്റി, കാരണം ഡ്രാഗൺ ചിക്കൻ ലോലിപ്പോപ്പ് ആണെന്ന് കരുതി ഗോബി എടുത്തുകൊണ്ട് വന്നു. അബദ്ധം മനസ്സിലായ പാടെ അത് തിരിച്ച് പ്ലേറ്റിൽ വെക്കുകയും ചെയ്തു. മനു കഴിക്കുന്ന വീഡിയോ എടുക്കുമെന്ന് മനുവിന് മനസ്സിലായിട്ടില്ല. ഞാൻ എടുത്തത് കുറച്ച് ഫ്രൈഡ് റൈസും ബീഫ് കറിയും ചിക്കൻ മാഞ്ചോ സൂപ്പും അതേപോലെ തന്നെ ഒരു ബട്ടർ നാനും ആയിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഓൾമോസ്റ്റ് ടൈം 11 o'clock ആയി. നമുക്ക് തിരിച്ച് ദുബായിക്ക് വരാൻ ടൈമായി. അങ്ങനെ ഉമ്മ ഉടുപ്പും സ്നേഹപ്രകടനമൊക്കെ കഴിഞ്ഞ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ റെസ്റ്റോറൻറ്റ് താഴെ വന്നപ്പം അവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ ഏരിയ. എന്നാൽ തനിക്കൂട്ടിന് അവിടെ വന്ന് കുറച്ച് നേരം കളിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു 5 minutes ഏകദേശം അവിടെ സ്പെൻഡ് ചെയ്തു. തനിക്കൂട്ടിന് മണ്ണൊക്കെ കണ്ട് മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നമ്മൾ തിരിച്ച് ദുബായിലോട്ടുള്ള യാത്ര അബുദാബിയിൽ നിന്ന് തുടങ്ങി. അങ്ങനെ നമ്മൾ ലാസ്റ്റ് എക്സിറ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ദുബായ് നമ്മളെ വെൽക്കം ചെയ്തു. നമ്മൾ ദുബായിൽ കയറി ഗ്ലോബൽ വില്ലേജൊക്കെ കഴിഞ്ഞു. രാത്രി നല്ല ട്രാഫിക് ആയിരുന്നു, കാരണം 12 ആയതിനു ശേഷം ഫുൾ വെഹിക്കിൾസ് ഉണ്ടായിരുന്നു. ആർക്കും ഉറക്കമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. ചേച്ചിയും തനക്കൂട്ടിനും നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ട്. നമ്മളുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ബൈ, സീ യു.